ഹലോ, പത്തരമാറ്റിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ പറയുന്നത് നമ്മുടെ നവ്യ നയനയ്ക്ക് വേണ്ടിയിട്ടൊരു പണി കൊടുക്കുകയാണ്. പക്ഷെ ആ പണിയിൽ ആദർശം നയനയും കൂടിയും കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇന്നത്തെ എപ്പിസോഡിലെ കഥ എന്ന് പറയുന്നത്. അങ്ങനെ നവ്യ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ സ്വന്തം സൗന്ദര്യം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്വദിച്ചിട്ട് പറയുകയാണ്, ഇത്ര നല്ല ഭാര്യേനെ കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് അഭി നീ എന്നെ തിരിഞ്ഞു നോക്കാത്തത്? നിങ്ങളുടെ ഭാഗ്യമല്ലേ ഇത്രയും നല്ലൊരു ഭാര്യേനെ കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് സ്വയം അങ്ങനെ പുകഴ്ത്തി നിൽക്കുകയാണ് നവ്യ. അഭിയാണെങ്കിൽ അഭിക്ക് എങ്ങനെയെങ്കിലും നവ്യനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അഭി അകന്ന് നടക്കുകയാണ്. നിങ്ങൾ എന്നിൽ നിന്ന് അകന്നോ, പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പണി ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നവ്യ ഒരു ബാഗിൽ നിന്ന് ഒരു പൗഡർ എടുക്കുകയാണ്. ആ പൗഡർ എടുത്തിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു പെണ്ണിൻ്റെ അടുത്ത് നിന്ന് മേടിച്ചേക്കുന്ന കേട്ടോ ഈ പൊടി, ഈ നവ്യ. എന്നിട്ട് ഇങ്ങനെ നവ്യ അവർ പറഞ്ഞത് ആലോചിക്കുകയാണ്. ഈ പൊടി നിൻ്റെ ഹസ്ബൻഡിന് കൊടുക്കുകയാണ്, ഈ ലോകം മൊത്തം നീയാവും, പിന്നെ അവൻ്റെ ലോകം വേറെ ആരുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞത്. അതിങ്ങനെ അവർ പറഞ്ഞത് ഓർത്ത് ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് പാലിൽ കലക്കി അബിക്ക് കൊടുത്ത് അബീനെ എങ്ങനെയെങ്കിലും വശത്താക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ് നവ്യ. അവൾ തന്നെ ഇങ്ങനെ ഇരുന്ന് പറയുകയാണ്, അബി ഇത് ഞാൻ നിനക്ക് പാലിൽ ഉണ്ടാക്കി ഞാൻ നിനക്ക് തരും. അതിനപ്പുറം അതിന് ശേഷം നീ ഉണ്ടല്ലോ എൻ്റെ സാരി തുമ്പിൽ ഇങ്ങനെ കിടന്നാടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ ചിരിച്ചറമാദിക്കുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ആദർശ് ഹാളിൽ ഇങ്ങനെ തല വേനിച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നയന കാണുമ്പോൾ ഇങ്ങനെ വിചാരിക്കും, വീട്ടിൽ വന്നാലും ടെൻഷനാണ് അദ്ദേഹത്തിന്, അതുപോലെ തന്നെ ഓഫീസിലും ടെൻഷനാണ്, ഭക്ഷണമൊന്നും നേരെ കഴിക്കുന്നില്ല. ഇപ്പം എന്താ ചെയ്യുക? ഇദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം വേണ്ടെന്നല്ലേ പറയത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് പാല് കാച്ചി കൊടുക്കാമെന്ന് പറഞ്ഞ് നയന നേരെ കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ. ഇതേ സമയം നയന അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ നവ്യ പാല് കാച്ചി ഇങ്ങനെ ഊതിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ ചേച്ചി ഇവിടെ വന്ന് കിച്ചണിൽ വന്ന് ജോലിയൊക്കെ ചെയ്യണമെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നവ്യ എടുത്തൊഴുക്കി ചോദിക്കും, എന്താ എനിക്ക് കിച്ചണിൽ കയറാൻ പാടില്ല, എനിക്ക് കിച്ചണിലെ ജോലിയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് നിയമം എന്തെങ്കിലും ഉണ്ടോ? നിനക്ക് മാത്രമാണോ ചെയ്യാൻ പറ്റുള്ളൂ? അപ്പോൾ പറയും, അയ്യോ ചേച്ചി ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതൊന്നുമല്ല, ചേച്ചിനെ ഇവിടെ കണ്ടുകൊണ്ട് പറഞ്ഞതാ, എന്തിനാ വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കണേന്നും പറഞ്ഞ് നയന നല്ല സ്നേഹത്തോടു കൂടി സംസാരിക്കും. അല്ല ചേച്ചി കിച്ചണിലൊന്നും വരാറില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് നയന പറയുകയാണ്. അപ്പോൾ എനിക്കെന്താ കിച്ചണിൽ കയറാൻ പാടില്ലേ? അബിക്ക് കുറച്ച് പാല് വേണം, അതുകൊണ്ട് ഞാൻ കിച്ചണിൽ വന്ന് പാലുണ്ടാക്കണേന്ന് പറയാം. എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം ഒരു പാത്രം എടുത്തിട്ട് സിങ്കിൽ നിന്ന് വെള്ളമൊക്കെ എടുത്ത് പാത്രമൊക്കെ കഴുകിയിട്ട് അവളും പാല് തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ നയനയും. ശേഷം നയനത് കാണണമെന്നില്ല കേട്ടോ. ഇവള് പാലൊക്കെ അരിച്ച് ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് അയാൾ തന്നേക്കണ പൊടി ഉണ്ടല്ലോ, സ്ത്രീ തന്നേക്കണ പൊടി കൊണ്ടുപോയിട്ട് അതിൽ പാലിലിങ്ങനെ കലക്കുക കേട്ടോ. ഫുള്ളിട്ട് കലക്കുവാണ്. അപ്പോഴേക്കും നവിക്കൊരു കോള് വരികയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ വിളിച്ചത് അനിതേ എന്നൊക്കെ ചോദിച്ചിട്ട് പാലവിടെ വെച്ചിട്ട് അവൾ പോവുകയാണ്. ഇതേ സമയം നമ്മുടെ നയന വന്നിട്ട് പാല് വെച്ചിട്ട് ആ സെയിം തലത്ത് തന്നെ ഗ്ലാസ് വെച്ച് ഇങ്ങനെ പാലരിക്കുകയാണ് കേട്ടോ. ശേഷം അവരുടെ വേലക്കാരി ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പം നയന പറയും, ചേച്ചി ഈ പാലൊന്നും അദ്ദേഹത്തിന് കൊടുക്കുമോ? അദ്ദേഹത്തിന് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കുടിക്കില്ല, അതുകൊണ്ട് ചേച്ചി കൊണ്ടുപോയി കൊടുക്കുമോയെന്ന് ചോദിക്കും. അപ്പോൾ അറിയാം, അതിനെന്താ മകളെ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് വേലക്കാരി പറയും. അത് കഴിഞ്ഞിട്ട് വേലക്കാരീനോട് പറയും, അമ്മ കൊടുത്തതാന്ന് തന്നെ പറയണം, അപ്പം കുടിച്ചോളൂ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് നയന അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പാലൊക്കെ റെഡിയാക്കി വെച്ച് അപ്പോൾ 2 ഗ്ലാസ് ഒരുമിച്ചാണ് കേട്ടോ ഇരിക്കുന്നത്. അതിന് ശേഷം നയന അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം നവ്യ ഇങ്ങനെ വിളിച്ച് ഫോണിലൂടെ തന്നെ വർത്തമാനം പറഞ്ഞിട്ട് നയന കാച്ചി വെച്ച പാല് കൊണ്ടുപോവുകയാണ് നമ്മുടെ നവ്യ കേട്ടോ. അപ്പം നവ്യ കാച്ചി വെച്ച പാൽ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. ഈ നവ്യ കാച്ചി വെച്ച പാല് കൊണ്ടുപോയിട്ട് വേലക്കാരി കൊണ്ടുപോയിട്ട് ആദർശിന് കൊടുക്കും കേട്ടോ. ആദർശ് അത് കുടിക്കും. ശേഷം നവ്യനെയാണ് കാണിക്കുന്നത്. നവ്യ നേരെ കൊണ്ടുപോയിട്ട് അബിയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പാല് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അബി പറയും, എനിക്ക് വേണ്ടെന്ന് പറയും കേട്ടോ. എന്താ അബി കുടിക്കബി എന്നും പറഞ്ഞ അവൾ കിടന്ന് കൊഞ്ചു കേട്ടോ. അപ്പോൾ അബി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇത് കുടിച്ചില്ലെങ്കിൽ പിന്നെ ഇതും പറഞ്ഞ് ടോർച്ചർ ചെയ്യും എന്നെ, എന്തായാലും കുടിച്ചേക്കാന്നും പറഞ്ഞിട്ട് അബി ആ പാല് മേടിച്ച് കുടിക്കുകയാണ് കേട്ടോ. ആദർശ് പിന്നെ പാല് കുടിച്ചിട്ടുണ്ടാവില്ല. ആദർശ് പാലൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് എണീറ്റ് നോക്കുമ്പോൾ ഫുള്ള് കറങ്ങണ പോലെ എല്ലാം വേറെ രീതിയിൽ തിരിയാ കേട്ടോ. ഒന്നും മനസ്സിലാവണില്ല. അവൻ ഇങ്ങനെ ചിരിച്ച് കുഴഞ്ഞാടി ഇങ്ങനെ നടക്കുവാണ് കേട്ടോ.
ഇതേ സമയം നവ്യ ഡ്രസ്സൊക്കെ മാറി നല്ലൊരു നെയ്റ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊഞ്ചിയിട്ട് അബിയുടെ അടുത്ത് ചെല്ലാട്ടോ അബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ എന്തുട്ടി പെണ്ണ് കാണിക്കണേ, എന്തുട്ടി പെണ്ണ് ഇങ്ങനെയൊക്കെ നോക്കണേന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. നവ്യയുടെ വിചാരം പെട്ടെന്ന് തന്നെ നവ്യനോട് സ്നേഹം താങ്ങാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ കലക്കിയിട്ടുണ്ടല്ലോ, അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ള രീതിയിലാണ് നവ്യ ഭയങ്കര രീതിയിൽ നിൽക്കുവാണ് കേട്ടോ. പക്ഷെ എന്താ, അബി അത് കുടിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അബിക്ക് യാതൊരു റിയാക്ഷനും ഇല്ല കേട്ടോ. അതിനുശേഷം അബിക്ക് നല്ല ഉറക്കം വരികയാണ് കേട്ടോ. എന്നിട്ട് അബി ഇങ്ങനെ കിടന്നുറങ്ങാണ്, ഡോണ്ട് ഡിസ്റ്റർബ് മീ എന്ന് പറഞ്ഞിട്ട്. അപ്പം നവ്യ ആകെ പ്രാന്ത് പിടിച്ച് നിൽക്കട്ടെ, ഇത് എന്തത് ഒന്നും വെക്കാത്തത്, ഞാനപ്പോൾ എന്തിനാ മരുന്ന് കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. ഇതേ സമയം ആദർശ് റൂമിലോട്ട് ചെല്ലാട്ടോ. ആദർശ് റൂമിലോട്ട് ചെല്ലുമ്പോൾ നവ്യ ഇങ്ങനെ നയന ഇങ്ങനെ മുല്ലപ്പൂ ഇങ്ങനെ വെച്ചിങ്ങനെ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ആദർശിന് ചിരി വരും കേട്ടോ. ആദർശിന് ചിരി വന്നിട്ട് നേരെ നയനയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. അതിനുശേഷം നയനയുടെ അടുത്തേക്ക് ഇങ്ങനെ ആദർശ് പതുക്കെ അങ്ങനെ നടന്ന് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയന ഇത് കാണാം. അപ്പോൾ നയന പറയും, ദൈവം ഇത് എൻ്റെ അടുത്തേക്കാണല്ലോ, അവൻ്റെ കാണാത്ത രീതിയിൽ ബാക്കോട്ട് തന്നെ തിരിഞ്ഞ് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കണ്ണാടിയിൽ നോക്കി നിൽക്കാം കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് പതുക്കെ അങ്ങനെ നടന്ന് അടുത്തായിട്ട് വന്നിട്ട് അവളുടെ 2 ഷോൾഡറിലും കൊണ്ടുവന്ന് കൈ വയ്ക്കും കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് അവൾ ഞെട്ടി തിരിച്ചിട്ട് എന്തായി കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ആദർശനാണെങ്കിൽ ഒരു കൂസലും ഇല്ല, കാരണം മറ്റേ സംഭവം കലക്കിയേക്കല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു പകുതി രീതിയിൽ ഇങ്ങനെ ചിരിച്ചിട്ട് ഇപ്പം എന്താ അതിന് കൈ വെച്ചു എന്ന് ചോദിച്ചപ്പോൾ എന്താ പറ്റുന്നതെന്നൊക്കെ ഇങ്ങനെ നയനയോട് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നയന ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയട്ടെ, എനിക്ക് ഒരു മാതിരി ആയിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ പറയട്ടെ, അപ്പം നയന ഇങ്ങനെ കഴിച്ചുകൊണ്ടിട്ട് പറയാണ്, ദേ വേഷം കേട്ടൊന്നും എൻ്റെ അടുത്ത് എടുക്കണ്ട കേട്ടോ, മര്യാദയ്ക്ക് നിങ്ങൾ നിങ്ങൾ എന്താ കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നയനയുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലട്ടെ, എനിക്ക് എന്തോ പോലെ ഇരിക്കണോ എന്നൊക്കെ പറഞ്ഞു. അപ്പം നയന ചിന്തിക്കുകയാണ്, ദൈവമേ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ സ്റ്റോർ റൂമിൽ വെച്ച് ചെയ്ത പോലെ ഇനി എന്നെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് വരണയാണോ എന്നൊക്കെ ഇങ്ങനെ പേടിച്ച് അവളിങ്ങനെ നീങ്ങി നിൽക്കുക കേട്ടോ, വേണ്ട എന്ന് പറഞ്ഞ്. എന്നിട്ട് വീണ്ടും നയന ചോദിക്കണം, നിങ്ങൾക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കണം. അപ്പോൾ ആദർശ് പറയണേ, ദേവലോകത്തിലെ അമൃതം കുടിച്ച പോലെ ഇരിക്കുന്നു, എനിക്ക് മേല് മൊത്തം അങ്ങ് തരിക്കുകയാണെന്നൊക്കെ പറയണം കേട്ടോ. അപ്പം നയന എന്ത് ഇതൊക്കെ പറയുന്നതെന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. അപ്പം നയന ചിന്തിക്കണം, ദൈവമേ കുടിച്ചിട്ടുണ്ടെന്നാണ് തോന്നണേന്നും പറഞ്ഞിട്ട് വേഗം ആദർശിനെ മണത്ത് നോക്കുക കേട്ടോ. അപ്പം മണത്ത് നോക്കുമ്പോൾ ആദർശ് ചുണ്ടും കൊണ്ട് ചെന്നിട്ട് നയനേനെയും മണക്കുക കേട്ടോ. അപ്പം നയന ചോദിക്കും, എന്താ നിങ്ങൾ ഈ കാണിക്കണേന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ആദർശ് പറയും എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ആദർശ് നേരെ നയനേനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഭിത്തിനോട് ചേർത്ത് ഇങ്ങനെ നിർത്തുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ നയനയുടെ മുല്ലപ്പൂ ഇങ്ങനെ മണക്കുകയാണ് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, വേണ്ട എൻ്റെ അടുത്തേക്ക് വരണ്ട, വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നയന. അതിന് ശേഷം നയന ചോദിക്കുകയാണ്, നിങ്ങൾ കുടിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ആദർശ് പറയണം, ഞാൻ കുടിച്ചിട്ടുണ്ട്, താഴെ ഹോളിൽ വെച്ചിട്ട് ഞാൻ നല്ല പാല് കുടിച്ചു, പാലല്ല അതൊരു അമൃതമാണെന്നൊക്കെ പറയാണ് കേട്ടോ. അത് കുടിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ നിങ്ങൾ നിൽക്കുന്ന പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ പട്ടി മണക്കൂല, അതുപോലെ ഇങ്ങനെ എന്ന് പറഞ്ഞ ആദർശിനെ ഇങ്ങനെ മണത്ത് നോക്കുകയാണ് കേട്ടോ ഇങ്ങനെ നയന. അപ്പോൾ ആദർശ് ചോദിക്കുന്നത്, എന്താ ഇങ്ങനെ മണക്കണേന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നയന പറയണം, നിങ്ങൾ കുടിച്ചിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ ആദർശ് ഇങ്ങനെ തലയിൽ ഇങ്ങനെ തൊട്ടിട്ട്, നീയാണേ സത്യം ഞാൻ കുടിച്ചിട്ടില്ല എന്ന് പറയണം. പറയട്ടെ, എന്തിനാ നിങ്ങൾ എൻ്റെ തലയിലൊക്കെ തൊട്ട് സത്യം പറയണേന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. കഴിഞ്ഞിട്ട് ആദർശ് പറയണം, വൈഫാണെങ്കിൽ സത്യം പറയേണ്ടിയെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്നൊരു സന്തോഷമാവും കേട്ടോ. വൈഫായിട്ട് അംഗീകരിക്കണൊക്കെ ഇല്ല എന്നൊക്കെയല്ലേ ആദർശ് പറയല്. അപ്പോൾ അപ്പം ഇങ്ങനെ നയന ചോദിക്കും, വൈഫോ എന്ന് ചോദിക്കട്ടെ. അതെ വൈഫ് തന്നെ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ആദർശ് പറയണം, നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, കാരണം ഞാൻ നിൻ്റെ ഭർത്താവാണെന്ന് പറയാണ്. അതെ എന്താ നിങ്ങളീ പറയണേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ. ഇനി ഞാൻ സത്യം പറയണോ, ഇനി ഞാൻ സത്യം ചെയ്യണോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നയനയുടെ തലയിൽ ഇങ്ങനെ തൊട്ട് നിൽക്കുകയാണ് കേട്ടോ ആദർശ്. എന്നിട്ട് നയന ചോദിക്കും, ഞാൻ പറഞ്ഞാൽ എന്തും കേൾക്കുമോ നിങ്ങളെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അറിയാതെ നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പം പറയാണ്, അന്നത് ആ കട്ടിലിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പറയാണ് കേട്ടോ. അതിനെന്താ, എന്നിട്ട് ആദർശ് പോയിട്ട് ആ കട്ടിലിൻ്റെ മുകളിൽ കയറി നിൽക്കും കേട്ടോ. അതിന് ശേഷം ആദർശ് അതിൻ്റെ മുകളിൽ കയറുന്ന ഡാൻസ് കളിക്കുക കേട്ടോ. അപ്പോൾ നയന പറയും, താഴെ ഇറങ്ങുമെന്ന് പറയട്ടെ. ഇല്ല ഞാൻ താഴെ ഇറങ്ങില്ല, നീ മേളിൽ വന്ന് ഡാൻസ് കളിക്കാൻ പറയും കേട്ടോ. അപ്പോൾ പറയും, വേണ്ട ഇറങ്ങാൻ പറയും കേട്ടോ. എന്നിട്ട് ഇറങ്ങിയിട്ട് വീണ്ടും നയനയുടെ ഷോൾഡറിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. ഷോൾഡറിൽ പിടിച്ചിട്ട് മുഖം ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുവാണ് കേട്ടോ.
നയന ചോദിക്കും എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. എങ്ങനെ ഒരു മാതിരി രീതിയിൽ എന്നെ എന്താ നോക്കണേ ചോദിക്കും കേട്ടോ. എന്നങ്ങനെ പറഞ്ഞിട്ട് അതിനുശേഷം നയനേനെ എടുത്ത് ആദർശ് ബെഡിലേക്ക് കിടത്തുകയാണ്. എന്നിട്ട് പറയാണ് എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ പറയാനട്ടാ. എന്നിട്ട് നയനയ്ക്ക് ഭയങ്കര പേടിയാവാണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദർശ് ഒരിക്കലും ഇങ്ങനെ ചെയ്യൊന്നുമില്ലല്ലോ. അപ്പം നയന ആകെ കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം നയന പറയാണ് നിങ്ങൾ എന്തെങ്ങനെയൊക്കെ കാണിക്കുന്നത്, എനിക്ക് പേടിയാവുന്നുണ്ട്, നിങ്ങളൊരു വില്ലൻ സ്വഭാവമാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയും ആരാടി ലോകത്തിൽ കല്യാണം കഴിഞ്ഞ ആരെങ്കിലും പറയൂ സ്വന്തം ഭർത്താവിനെ വില്ലൻ എന്ന്? ഹീറോയാണ്, ഏത് ഭാര്യമാർക്കും ഭർത്താവ് എന്ന് പറഞ്ഞത് ഒരു ഹീറോയാണ് എന്ന് പറയും കേട്ടോ. ഞാൻ താഴെ പോയി കിടന്നോളാന്ന് നയന പറയും കേട്ടോ. അപ്പം എന്ത് സമ്മതിക്കില്ല ആദർശ് പറയും നീ താഴെ കിടക്കണ്ട, നീ ബെഡിൽ തന്നെ കിടന്നാൽ മതി എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അവളുടെ അടുത്തേക്ക് വരുമ്പോൾ അവൾ വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവൾക്കടെ നെഞ്ചത്ത് തല വെച്ച് അങ്ങനെ ആദർശ് കിടന്നുറങ്ങണെയാണ് എപ്പിസോഡ് തീരുന്നത്. അടിപൊളി എപ്പിസോഡ്. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പത്തരമാറ്റിൻ്റെ അപ്കമിങ് എപ്പിസോഡുകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.